ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത മലാക്കിയുടെ പ്രവചനം 3-ാം അധ്യായം 17-18 വാക്യം. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപം ആയിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യും. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. മലാക്കി ഒരു ദിവസത്തെക്കുറിച്ച് പറയുകയാണ്. ആ ദിവസത്തെക്കുറിച്ച് മലാക്കി പറയുന്നത് ദൈവം ഒരു ദിവസത്തെ ഉണ്ടാക്കുന്നു. ഒരു ദിവസത്തെ ദൈവം ഉണ്ടാക്കുന്നു. എന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന് മലാക്കി പറയുന്നത്, അവർ നീതിമാന്മാർ എന്ന കൂട്ടര്, ഇവിടെ അവർ എന്ന പദം കൊണ്ടാണ് മലാക്കി പറയുന്നത്. അവർ നീതിമാന്മാർ, അവർക്ക് വേണ്ടിയാണ് ആ ദിവസം. എന്താണ് നീതിമാന്മാർക്ക് വേണ്ടി ആ ദിവസം ആയതെന്ന് ഇവിടെ പറയുന്നു. ഒരു നിക്ഷേപം പ്രസന്റ് ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. നീതിമാന്മാർ എന്ന നിക്ഷേപം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന ഒരു ദിവസം. രണ്ടാമത് അവിടെ പറയുന്നത്, ആ ദിവസം ദൈവം ഉണ്ടാക്കുന്ന ആ ദിവസത്തിൽ നീതിമാന്മാരുടെ ആദരവിന്റെ ദിവസം. ദൈവം ഒരു ദിവസത്തെ ഉണ്ടാക്കുന്നു. ആ ദിവസം നീതിമാൻ എന്ന നിക്ഷേപത്തെ എല്ലാവരുടെയും മുമ്പിൽ കാണിക്കും. 2, നീതിമാന്റെ ആദരവ്, നീതിമാനെ ആദരിക്കുവാൻ വേണ്ടി ആ ദിവസമാകും. അപ്പോൾ 2 മേഖലയ്ക്ക് വേണ്ടിയാണ് ആ ദിവസം ഉണ്ടാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ചില കടകളിൽ അവരുടെ പ്രധാനമായ നല്ല വസ്തുക്കൾ പ്രദർശിപ്പിക്കുന്ന ഒരവസരം. പ്രത്യേകിച്ചാൽ ഇംഗ്ലണ്ടിലൊക്കെ പ്രത്യേക ദിവസത്തിൽ പഴയ കാറുകൾ, പുതിയ കാറുകളൊക്കെ ഒരു ഷോ പോലെ നടത്തും. അവിടെ അവർ ഏറ്റവും പല കമ്പനികളും അവിടെ ഏറ്റവും പുതിയ, ഏറ്റവും നല്ല കാറുകൾ അവിടെ കൊണ്ട് പ്രദർശിപ്പിച്ചു വെക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആളുകളെല്ലാം ആ വാഹനത്തെ, ഒരുപക്ഷെങ്കിൽ ആ വർഷം അല്ലെങ്കിൽ അവരുടെ ആ കമ്പനി ഉണ്ടാക്കിയ ഏറ്റവും മേൽത്തരമായ വാഹനമായിരിക്കും അവിടെ പ്രദർശനത്തിന് വെക്കുന്നത്. അപ്പം ഇതുപോലെ ദൈവം ഒരു ദിവസത്തെ ഉണ്ടാക്കുകയാണ്. എന്താണ് ഉണ്ടാക്കുന്നത്? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നിക്ഷേപമായ നീതിമാനെ പ്രദർശിപ്പിക്കുക, കാണിക്കുക. ഹല്ലേലൂയ. ഇവൻ നീതിമാനാണ്, ഇവൻ എൻ്റെ നിക്ഷേപമായ, ഏറ്റവും ശ്രേഷ്ഠമായ, എൻ്റെ ഏറ്റവും വിലപ്പെട്ട ഒരു വ്യക്തിയാണ് ഇവനെന്ന് കാണിക്കുവാൻ വേണ്ടി ഒരു ദിവസത്തെ ഉണ്ടാക്കും. രണ്ടാമതായിട്ട്, ഒരപ്പൻ തന്നെ ശുശ്രൂഷിക്കുന്ന മകനെ ആദരിക്കുന്ന ഒരു ദിവസം. എന്ന് വെച്ചാൽ ദൈവം ലോകത്തോട് പറയുകയാണ്, എന്നെ ആദരിക്കുന്ന, എന്നെ ബഹുമാനിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി നിൽക്കുന്ന ഈ വ്യക്തിയെ ഞാൻ ഇങ്ങനെ ആദരിക്കും, ഇങ്ങനെ അവനെ ബഹുമാനിക്കും എന്ന് പറയുവാൻ വേണ്ടി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നീതിമാനെ, നിക്ഷേപമായ നീതിമാനെ പ്രദർശിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീതിമാനെ ആദരിക്കുവാൻ വേണ്ടി ദൈവം ഒരു ദിവസത്തെ ഉണ്ടാക്കും. അടുത്ത വാക്യം പറയുന്നത്, അപ്പോൾ ലോകം അറിയും, പ്രൈസ് ദി ലോർഡ്, നീതിമാനും ദുഷ്ടനും തമ്മിലുള്ള വ്യത്യാസം. അനേക ദിവസങ്ങളെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്.
പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ ദിവസമെന്ന്, രക്ഷയുടെ ദിവസമെന്ന് 2 കൊരിന്ത്യർ 6:2 ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്ന രക്ഷാദിവസം. പ്രൈസ് ദി ലോർഡ്. ഒരു രക്ഷാദിവസത്തെ കുറിച്ച് പറയുന്നു. ദുർദിവസം എഫേസ്യർ 6:13, ന്യായവിധിയുടെ ദിവസം, ക്രിസ്തുവിൻ്റെ ദിവസം, കർത്തൃദിവസം, ഇങ്ങനെ ഒത്തിരി ദിവസങ്ങളെ കുറിച്ച് പറയുന്നു. പക്ഷെ ഇവിടെ നമ്മൾ വായിക്കുന്നത് പ്രൈസ് ദി ലോർഡ്, നീതിമാനെ ആദരിക്കുവാൻ വേണ്ടി ദൈവം ഉണ്ടാക്കുന്ന ഒരു ദിവസം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ പദം ഒന്നുകൂടെ വിശദീകരിക്കുവാൻ ദൈവവചനത്തിൽ നിന്ന് ഒരു ഭാഗം കൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇത് എസ്തേറിന്റെ പുസ്തകത്തിൽ മൊർദെഖായി എന്നൊരു മനുഷ്യനുണ്ട്. നമുക്കറിയാം, നമ്മൾ ആ ഭാഗങ്ങളൊക്കെ വായിച്ചിട്ടുള്ളവരാണ് പലപ്പോഴും. ഈ മൊർദെഖായിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ നമ്മൾ ആദ്യം കാണുന്നത് രാജാവിൻ്റെ പടിവാതിൽക്കൽ ഒരു വാതിൽ കാവൽക്കാരനായിരിക്കുന്ന ഒരു മനുഷ്യനായിട്ട്. എന്നാൽ അദ്ദേഹം ഹാമാൻ എന്ന് പറയുന്ന അവിടുത്തെ പ്രധാനിയായ മന്ത്രിപദത്തിൽ വരെ എത്തിയ ഒരു മനുഷ്യനെ കയറിപ്പോകുമ്പോൾ വേണ്ട ആദരവ് കൊടുക്കുന്നില്ല എന്നൊരു കാരണം ഹാമാന് തോന്നിയിട്ട് ഹാമാൻ മൊർദെഖായിയെ നശിപ്പിക്കുവാൻ, തകർത്ത് കളയുവാനുള്ള പ്ലാൻ ഇടും. ഈ പ്ലാനിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ ഹാമാന് തോന്നുന്നു കേവലം മൊർദെഖായിയെ മാത്രമല്ല, മൊർദെഖായിയുടെ വംശം അന്വേഷിച്ചപ്പോൾ അവനൊരു യഹൂദനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവനെ മുഴുവൻ നശിപ്പിക്കുവാൻ ഒരു പദ്ധതി. ആ പദ്ധതിയെക്കുറിച്ച് മൊർദെഖായിക്ക് അറിവ് കിട്ടിയപ്പോൾ മൊർദെഖായി തൻ്റെ മുടിയിൽ ചാരം വാരിയിട്ടുകൊണ്ട് രട്ടുടുച്ചുകൊണ്ട് ആ രാജകീയ തെരുവീതിയിലൂടെ നടക്കുകയും എസ്തേർ ഇതറിയുകയും എസ്തേർ മൊർദെഖായിയെ വിളിക്കുകയും അവർ തമ്മിലുള്ള സംഭാഷണത്തിൽ ഒരു ഉപവാസം ഹല്ലേലൂയ സ്തോത്രം എടുക്കുവാൻ തീരുമാനിക്കുകയും ഒക്കെ ചെയ്തു. ആ ഉപവാസത്തോടുള്ള ശേഷമായി നടക്കുന്ന ചില സംഭവങ്ങളാണ് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഉപവാസത്തോട് ശേഷം ഹാമാൻ മൊർദെഖായിയെ നശിപ്പിക്കുവാൻ വേണ്ടി ഒരു കഴുകുമരമൊക്കെ ഉണ്ടാക്കുകയും ആ കഴുകുമരത്തിൽ അവനെ തൂക്കിക്കളയുവാൻ പദ്ധതിയിട്ട് രാജാവിന്റെ പ്രാകാരത്തിൽ വന്ന് നിൽക്കുമ്പോൾ നടക്കുന്ന ഒരു സംഭവം 6-ാം അധ്യായത്തിലാണ് വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹാമാൻ പ്രാകാരത്തിൽ രാവിലെ വന്ന് നിൽക്കുകയാണ്. മൊർദെഖായിയെ കഴുകുമരത്തിൽ തൂക്കിക്കളയുവാൻ വേണ്ടിയുള്ള അനുവാദം ചോദിക്കാനാണ് ഹാമാൻ ഇത്ര രാവിലെ വന്ന് ഈ പ്രാകാരത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ആ തലേ രാത്രി രാജാവ് ഉറങ്ങിയില്ല. രാജാവ് മൊർദെഖായി രാജാവിൻ്റെ ജീവന് വേണ്ടി ചെയ്തതൊക്കെ മനസ്സിലാക്കി അവന് പ്രത്യുപകാരം ചെയ്യുവാനുള്ള ചിന്തയോടെ താൻ രാജസന്നിധിയിൽ ഇരിക്കുമ്പോൾ ആ പ്രത്യുപകാരം എന്താണെന്ന് മനസ്സിലാക്കുവാൻ, അതിനെക്കുറിച്ചൊന്ന് ചോദിക്കുവാൻ ആരെങ്കിലും പ്രാകാരത്തിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹാമാൻ ഈ മൊർദെഖായിയെ കൊല്ലുവാനുള്ള അനുവാദം വാങ്ങിക്കുവാൻ പ്രാകാരത്തിൽ നിൽക്കുകയും അപ്പോൾ ഹാമാനെ അകത്തേക്ക് വിളിക്കുന്നു. ഹാമാൻ അകത്തേക്ക് ചെന്നപ്പോൾ രാജാവ് ഹാമാനോട് ചോദിക്കുന്നു, രാജാവ് ബഹുമാനിക്കുവാൻ ഇച്ഛിക്കുന്ന പുരുഷൻ എന്തെല്ലാം ആകുന്നു ചെയ്തു കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു. ഹാമാൻ വിചാരിച്ചത് തന്നെ ആയിരിക്കും രാജാവ് ആദരിക്കുന്നത് എന്ന് വിചാരിച്ച് ഹാമാൻ രാജാവിനോട് പറയുന്നു, രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷന് വേണ്ടി രാജാവ് ധരിച്ചിരിക്കുന്ന രാജവസ്ത്രവും രാജാവ് കയറുന്ന കുതിരയും അവന്റെ തലയിൽ വയ്ക്കുന്ന രാജകിരീടവും കൊണ്ടുവരട്ടെ. വസ്ത്രവും കുതിരയും രാജാവിന്റെ അതിശ്രേഷ്ഠമായ പ്രഭുക്കന്മാരിൽ ഒരുത്തന്റെ കയ്യിൽ ഏൽപ്പിക്കണം. രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷനെ വസ്ത്രം ധരിപ്പിച്ച് കുതിരപ്പുറത്ത് കയറ്റി പട്ടണ വീതിയിൽ കൂടെ കൊണ്ടു നടന്ന് രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷനെ ഇങ്ങനെ ചെയ്യുമെന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറയണമെന്ന് പറഞ്ഞു.
രാജാവ് ഹാമാനോട്, നീ വേഗം ചെന്ന് വസ്ത്രവും കുതിരയും നീ പറഞ്ഞതുപോലെ കൊണ്ടുവന്ന് രാജാവിന്റെ വാതിൽക്കൽ ഇരിക്കുന്ന യഹൂദനായ മൊർദെഖായിക്ക് അങ്ങനെയൊക്കെയും ചെയ്യുക, നീ പറഞ്ഞതിൽ ഒന്നും കുറച്ചു കളയരുത് എന്ന് കൽപ്പിച്ചു. ഞാൻ ഈ വേദഭാഗം എടുക്കുവാൻ പ്രധാന കാരണം ദൈവമക്കളെ നോക്കണം, ഹാമാൻ മൊർദെഖായിയെ കൊന്നുകളയുവാൻ വേണ്ടി അണിയറയിൽ പല പദ്ധതികൾ ചെയ്തു. അതിന്റെ ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു കഴുകുമരത്തിൽ തൂക്കിക്കളയുവാൻ ഒരു കഴുകുമരം ഉണ്ടാക്കിയിട്ട് അനുവാദം ചോദിക്കുവാൻ അകത്തേക്ക് ചെല്ലുന്നു. പക്ഷെങ്കിൽ ഹാമാനും മൊർദെഖായും തമ്മിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഹാമാൻ മന്ത്രിപദത്തിലെത്തിയ ആളാണ്. മൊർദെഖായി കേവലം രാജാവിന്റെ വാതിൽ കാവലിലിരിക്കുന്ന ഒരു സാധാരണ ജോലിക്കാരൻ. ചിന്തിച്ചു നോക്കുക, പ്രൈസ് ദി ലോർഡ്. താൽക്കാലികമായി നോക്കിയാൽ മൊർദെഖായിയെ കൊന്നുകളയുവാനോ അവൻ എന്തെങ്കിലും ചെയ്യാനോ രാജാവിനോട് അനുവാദം പോലും വേണ്ടി വരുത്തില്ല ഹാമാന്. അത്രമാത്രം ചെറിയ ഒരു ജോലിക്കാരനാണ് മൊർദെഖായി. പക്ഷേ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നീതിമാനായ പ്രൈസ് ദി ലോർഡ്, ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന, ഹല്ലേലൂയ, ദൈവജനത്തിനു വേണ്ടി കരയുന്ന, ദൈവജന ഒരു അപകടത്തിൽ ചെന്ന് ചാടുമ്പോൾ ദൈവജനത്തിനു വേണ്ടി ഉപവസിക്കുന്ന ആ മനുഷ്യനെ പ്രൈസ് ദി ലോർഡ് മൊർദെഖായി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ആദരിക്കുവാൻ ദൈവം ഒരു ദിവസം ഉണ്ടാക്കി വെച്ചു. ആ ദിവസത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പ്രൈസ് ദൈവം ഒരു ദിവസം ഉണ്ടാക്കി വെച്ചു. ആ ദിവസമായിരുന്നു, ഹല്ലേലൂയ, സ്തോത്രം, ഇന്നലെ തലയിൽ പൂഴി വാരിയിട്ട്, തലയിൽ വെണ്ണീർ വാരിയിട്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ചാക്ക് ശീല പുതച്ചുകൊണ്ട്, ഹല്ലേലൂയ, പേർഷ്യൻ, ഹല്ലേലൂയ, രാജവീതിയിലൂടെ, ഹല്ലേലൂയ, സ്തോത്രം, ഓടിയൊരു ഭ്രാന്തനെ പോലെ നടന്ന മനുഷ്യൻ, ഹല്ലേലൂയ, നീതിമാനായ സ്വജനത്തിന്റെ കഷ്ടത്തിന്, ഹല്ലേലൂയ, വേണ്ടി ഉപവസിച്ച, ഹല്ലേലൂയ, സ്വന്തം ജനം നശിക്കരുതെന്ന് വിചാരിച്ചു ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി കരഞ്ഞ, തന്നെ താഴ്ത്തി, ഹല്ലേലൂയ, സ്തോത്രം, ദൈവമുഖം അന്വേഷിച്ച മൊർദെഖായി എന്ന് പറഞ്ഞ മനുഷ്യനെ ആദരിക്കുവാൻ വേണ്ടി ദൈവം ഒരു ദിവസം ഉണ്ടാക്കി വെച്ചു. Praise the Lord. Hallelujah. Hallelujah. ഇന്ന് പകൽക്കാലം ഞാനിവിടെ നിർത്തുക ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ. നീ ദൈവജനത്തിനു വേണ്ടി ഉപവസിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, നിഷ്കളങ്കനായി നടക്കുന്നുവെങ്കിൽ, നേരുള്ളവനായി ജീവിക്കുന്നുവെങ്കിൽ, ഒരുപക്ഷെ ഇപ്പോൾ നിന്റെ അവസ്ഥ, ഹല്ലേലൂയ, സ്തോത്രം, നീതിമാനെയും ദുഷ്ടനെയും ഈ ലോകത്തെയും നിന്നെയും കൂടെ നീ താരതമ്യം ചെയ്യുമ്പോൾ മലാക്കിയിൽ ചില ആളുകൾ പറയുന്നത് പോലെ, സ്തോത്രം, ഹല്ലേലൂയ, ദുഷ്ടന്മാർ പ്രബലമാകുന്നുവെന്നും അവരാണ് എല്ലാമെന്നുമൊക്കെ നീ പറയുമായിരിക്കാം. പക്ഷേ സ്തോത്രം, ദൈവം ഒരു ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, തൻ്റെ നിക്ഷേപമായ, ഹല്ലേലൂയ, സ്തോത്രം, തൻ്റെ ഏറ്റവും വിലപ്പെട്ട നീതിമാനെ പ്രദർശിപ്പിക്കുന്ന ഒരു ദിവസം. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ദിവസം ദൈവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടത് ഇങ്ങനെയാണല്ലോ, സ്തോത്രം, ഒരപ്പൻ തൻ്റെ മകനെ, ഹല്ലേലൂയ, സ്തോത്രം, തന്നെ ശുശ്രൂഷിക്കുന്ന, ഹല്ലേലൂയ, മകനെ ആദരിക്കുന്നത് പോലെ തന്നെ ശുശ്രൂഷിക്കുക എന്ന് പറയുമ്പോൾ ദൈവസഭ, ഹല്ലേലൂയ, സ്തോത്രം, നീ ദൈവസഭയിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാകട്ടെ, ദൈവത്തെ ശുശ്രൂഷിക്കുക, ഹല്ലേലൂയ, ഐഹികമായ സഭയ്ക്ക്, ഹല്ലേലൂയ, സ്തോത്രം, ഈ ലോകത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ ദൈവസഭയിൽ എന്തു കാര്യം ചെയ്താലും അതെല്ലാം ദൈവത്തിന് ചെയ്യുക, ദൈവത്തെ ശുശ്രൂഷ ചെയ്യുക. ദൈവസഭയെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. ഹല്ലേലൂയ. ഇന്ന് നീ കർത്താവിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു, കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നീ, ഹല്ലേലൂയ, സ്തോത്രം, നിനക്ക്, ഹല്ലേലൂയ, ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, നിന്നെ ആദരിക്കുവാൻ വേണ്ടി, നീ ദൈവത്തിന്റെ നിക്ഷേപമാണോ എന്ന് പറയുവാൻ വേണ്ടി ദൈവം ഒരു ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ദിവസത്തിൽ, ഹല്ലേലൂയ, നീ ആദരിക്കപ്പെടുക തന്നെ ചെയ്യും. അന്ന് ദുഷ്ടന്മാരും നീതിമാന്മാരുമുള്ള വ്യത്യാസം ലോകം കാണും. ഇത് രണ്ട് മേഖലയിലാണ് പറയേണ്ടത്. ഒന്ന്, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ദിവസത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും, ഹല്ലേലൂയ, പ്രവചനത്തിൽ രണ്ട് മേഖലയുണ്ട്. ഒന്നാമത്തെ മേഖല പ്രസന്റ്, രണ്ടാമത്തെ മേഖല, സ്തോത്രം, ഭാവി മേഖല. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തട്ടെ ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ. വ്യക്തിപരമായി നിന്റെ ജീവിതത്തിൽ നിന്നെ ആദരിക്കുവാൻ വേണ്ടി മൊർദെഖായിയെ, ഹല്ലേലൂയ, സ്തോത്രം, ആദരിക്കുവാൻ ദൈവം ഒരു ദിവസം ഉണ്ടാക്കി വെച്ചിട്ട്, ഹാമാനെ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം,
ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു മനുഷ്യനെ ദൈവം ആദരിക്കുമെന്ന് അവനെ ബോധ്യപ്പെടുത്തിയതുപോലെ തൻ്റെ ഭാര്യ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ, അവനൊരു യഹൂദനെങ്കിൽ ഹല്ലേലൂയ ഹാമാനെ നീ അവനെ ജയിക്കുകയില്ല. നോക്ക്, ദുഷ്ടനെ കൊണ്ട്, ദുഷ്ടന്മാരെ കൊണ്ട്. ഇന്നലെ അവൻ്റെ സുഹൃത്തുക്കളും അവൻ്റെ ഭാര്യയും കൂടെ ചേർന്നാ പറഞ്ഞത്, ഒരു കഴുകുമരം ഉണ്ടാക്കുക, സ്തോത്രം, നമുക്കവനെ കൊന്നുകളയാം. നിന്റെ സന്തോഷത്തിനു വേണ്ടി, നിന്റെ അസമാധാനം എല്ലാം മാറാൻ വേണ്ടി അതെല്ലാം ആവശ്യമുള്ളൂ എന്ന് പറയുന്ന ഹല്ലേലൂയ അതേ ആളുകൾ പറയുകയാണ്, ഹല്ലേലൂയ നീ അവൻ്റെ മുമ്പിൽ വീഴുവാൻ തുടങ്ങി. അവനൊരു യഹൂദനെങ്കിൽ നീ അവനെ ജയിക്കുകയില്ല. ദൈവജനത്തെ ആദരിക്കുന്നൊരു ദിവസമുണ്ട്, ദൈവഭക്തനെ ആദരിക്കുന്നൊരു ദിവസമുണ്ട്. ഹല്ലേലൂയ ആ ഒരു ദിവസം ദൈവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നീ അടുത്തുകൊണ്ടിരിക്കുക, അവിടെ നീ എത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ദുഷ്ടന്മാർ ഹല്ലേലൂയ എന്നും പ്രബലനാണെന്നും ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവനാണെന്ന് പറയുന്ന ആ വാക്കുകൾക്കൊക്കെ വിരാമം കുറിക്കുവാൻ ഒരു ദിവസമുണ്ട് ദൈവമക്കളെ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ കർത്താവിന്റെ നാമത്തിനു വേണ്ടി നീ പ്രവർത്തിക്കുന്നത്, ഹല്ലേലൂയ നിന്റെ അധ്വാനങ്ങൾ, അധ്വാന ഫലങ്ങൾ, ഹല്ലേലൂയ നിന്റെ ശാരീരിക കഷ്ടങ്ങൾ, മാനസിക കഷ്ടങ്ങൾ, ഹല്ലേലൂയ സ്തോത്രം, നീ എന്തൊക്കെ ചെയ്യുന്നു ഹല്ലേലൂയ അതൊക്കെ ചെയ്ത് മുൻപോട്ട് പോകുക. ഹല്ലേലൂയ നീ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഹല്ലേലൂയ നീ യഹോവയായ ദൈവത്തെ ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഹല്ലേലൂയ നിന്നെ ആദരിക്കുന്ന ഒരു ദിവസം ദൈവം ഉണ്ടാക്കി വെക്കുന്നു. ഒരു ദിവസം ദൈവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആ ദിവസത്തിൽ നീ എത്തും, നീ ആദരിക്കപ്പെടും, നീ ബഹുമാനിക്കപ്പെടും. മൊർദെഖായി ബഹുമാനിക്കപ്പെട്ടതുപോലെ രാജാവ് ബഹുമാനിക്കാൻ ഇഷ്ടിക്കുന്ന പുരുഷൻ ഇങ്ങനെയാകുമെന്ന് ഹല്ലേലൂയ പേർഷ്യൻ തെരുവീതിയിലൂടെ, രാജകീയ വീതിയിലൂടെ വിളിച്ചു പറയുന്ന ഒരു ദിവസം ഉണ്ടാകുന്നുണ്ട് ദൈവമക്കളെ. അതുകൊണ്ട് നമുക്ക് ദൈവമുമ്പാകെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. നീതിമാനെ ആദരിക്കുവാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ദിവസം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നീതിമാനെ ആദരിക്കുവാൻ വേണ്ടി, ബഹുമാനിക്കുവാൻ വേണ്ടി അവൻ നിശ്ചയമാണെന്ന് ലോകത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ പറയുവാൻ വേണ്ടി ഒരു ദിവസം നീ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ആ ദിവസത്തിൽ കർത്താവേ, ആ പട്ടികയിൽ, ആദരവിന്റെ പട്ടികയിൽ ഹല്ലേലൂയ എൻ്റെ പേരും കാണണമേ അപ്പാ. ഈ വചനം കേൾക്കുന്ന ജനത്തിന്റെ പേരും കാണണമേ. ആ മുഖത്തെ ആദരിക്കുവാൻ, ആ മുഖത്തെ ആദരിക്കുവാൻ. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂതന്മാരുടെ മുമ്പാകെ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ ഞാൻ ഇവനെ എൻ്റെ ഹല്ലേലൂയ സ്തോത്രം പേറ്റുപറയുമെന്ന് പറഞ്ഞ അങ്ങയുടെ വാക്കിന് മുമ്പ് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ഭൂമിയിലും സ്വർഗത്തിലും അങ്ങയുടെ ഭക്തന്മാരെ ആദരിക്കുവാൻ ഒരു ദിവസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആ ദിവസത്തിൽ ആദരവിൽ ഞങ്ങൾ കാണട്ടെപ്പാ. ഹല്ലേലൂയ. അത് കർത്താവെ അനേകർക്ക് അങ്ങയെ ശുശ്രൂഷിക്കുവാൻ, അങ്ങയുടെ വേല ചെയ്യുവാൻ, അങ്ങയുടെ പ്രവൃത്തി ചെയ്യുവാൻ, ഉത്തേജനമാകുവാൻ കർത്താവെ അതിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹീതമായൊരു ദിനം ദൈവജനത്തിന് തരട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.